My dear students, welcome to my channel at your classroom. ഇവിടെ എൻ്റെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചേരാൻ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന പോലെ അറ്റ് യുവർ ക്ലാസ് റൂം -5-2310A അവിടെ അറ്റ് എന്നുള്ളത് ആ സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലെസണിനോട് ബന്ധപ്പെട്ട ബാക്കി വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ഇത് ഈ ലെസണിനോട് ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് വീഡിയോ ആണ്, 10th വീഡിയോ ആണ്. അപ്പോൾ ഇത് പേപ്പർ ബോട്ട്സ് യൂണിറ്റ് 2 പേപ്പർ ബോട്ട്സ് എന്ന പാഠത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ്. ഇതിന് മുന്നേ ചെയ്ത ലെസൺസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കത് കണ്ടിട്ട് അതിൻ്റെ തിരുത്തലൊക്കെ അടുത്ത വീഡിയോസിൽ വരുത്താൻ സാധിക്കും. എന്നെ അതിനായി സഹായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെസണിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് മൈ വേർഡ്സിൽ എന്താ പറയുന്നത്? മേക്ക് മീനിങ് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ് കാർഡ് ഗിവൺ ബിലോ. 1 ഈസ് ഡൺ ഫോർ യു. അപ്പോൾ അവിടെ ഒരു ബോട്ടിൻ്റെ ചിത്രത്തിൽ കുറച്ച് വേർഡ്സൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോ വേർഡ് സെലക്ട് ചെയ്തിട്ട് അതിനെ പറ്റുന്ന നല്ല മീനിങ് സെൻറ്റൻസ് ചെയ്യണം. അതിൽ ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത് കാണുന്നത് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അപ്പോൾ ദ ബോയ് എന്നുള്ള ആ വേർഡാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനെ ബന്ധപ്പെട്ടിട്ട് ഒരു സെൻറ്റൻസ് അവർ ചെയ്തിട്ടുണ്ട്, ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തത് അന്ന എന്നുള്ള വേർഡാണ് സെലക്ട് ചെയ്തത്. അപ്പം അവിടെ അന്ന വാസ് പ്ലേയിങ് വിത്ത് ദ ബോട്ട്സ്. അന്ന ബോട്ടുമായിട്ട് കളിക്കുകയായിരുന്നു. മൂന്നാമത്തത് ഡൈവ്ഡ് എന്നുള്ള വാക്കെടുത്തിരിക്കുകയാണ്. അപ്പം മൈ ബ്രദർ ഡൈവ്ഡ് ഇൻ ടു ദ പോണ്ട് എന്നാണ് അടുത്ത സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ബ്രദറ് കുളത്തിലേക്ക് ഡൈവ് ചെയ്തു. ഓക്കെ, നീന്താനായിട്ട് എടുത്ത് ചാടി. ഓക്കെ, നാലാമത്തത് ദ വാട്ടർ. അപ്പോൾ സെൻറ്റൻസ് എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? ദ വാട്ടർ ഇൻ ദ റിവർ വാസ് വെരി കോൾഡ്. നദിയിലെ വെള്ളം വളരെ തണുപ്പായിരുന്നു. അഞ്ചാമത്തത് ജംപ്ഡ്, ചാടുക. ദ കാറ്റ് ജംപ്ഡ് ഡൗൺ ഓഫ് ദ ടേബിൾ. അതായത് മേശപ്പുറത്ത് നിന്ന് പൂച്ച താഴോട്ട് ചാടി. അടുത്തതെന്താ? ദിസ് ഈസ് ദ ഹൗസ് വി ലിവ്. അപ്പം ദ ഹൗസ് എന്നുള്ള വാക്കാണത്. ദിസ് ഈസ് ദ ഹൗസ് വി ലിവ്. ഞങ്ങൾ താമസിക്കുന്ന വീട് ഇതാണ്. പിന്നെ എന്താണ് അടുത്തത്? ഏഴാമത്തത് ഗോട്ട് എന്നുള്ള വാക്കാണ്. കിട്ടി, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? മൈ മദർ ഗോട്ട് ആംഗ്രി. എൻ്റെ അമ്മക്ക് ദേഷ്യം വന്നു. അതായത് ഗോട്ടിൻ്റെ അർത്ഥം വന്നു എന്നല്ല, ദേഷ്യം വന്നു, അതായത് ദേഷ്യത്തിലേക്കായി, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്? അന്ന ലോഞ്ച്ഡ് ബോട്ട് ഇൻ ടു ദ സ്ട്രീം. അപ്പം അന്ന ബോട്ട് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ അരുവിയിലേക്ക് ലോഞ്ച് ചെയ്തു, ഒഴുക്കി വിട്ടു. ദ സ്ട്രീം വാസ് ഫ്ലോയിങ് സ്വിഫ്റ്റ്ലി. ദ സ്ട്രീം എന്നുള്ള വാക്കാണ്. അപ്പോൾ ദ സ്ട്രീം വാസ് ഫ്ലോയിങ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ ആ അരുവി ഒഴുകിയിരുന്നു. ഇവിടെ മൈ മദർ ഗോട്ട് ആംഗ്രി, ഏഴാമത്തത്. ആ ഗോട്ട് എന്നുള്ളതിന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു സെൻറ്റൻസ് അതിന് വേണ്ടി പറയാം. ഐ ഗോട്ട് മൈ ലോസ്റ്റ് ബുക്ക്. ഐ ഗോട്ട് മൈ ലോസ്റ്റ് ബുക്ക്. ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടെ പറയാം. ഐ ഗോട്ട് മൈ ലോസ്റ്റ് ബുക്ക്, അതായത് എനിക്ക് കാണാതെ പോയ എൻ്റെ പുസ്തകം കിട്ടി. അപ്പം ഗോട്ട് എന്നുള്ള ആ വാക്കിൻ്റെ കറക്റ്റ് മീനിങ് ആയി. ഇത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് അങ്ങനെ കിട്ടി എന്നുള്ള വാക്ക് അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോജക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രോജക്റ്റ് എന്താണ്? ആ പ്രോജക്ട്സ് അവിടെ കഴിഞ്ഞു. പിന്നെ ഐ ക്യാൻ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ഇവിടെ എന്താ പറയുന്നത്? യു ഹാവ് റെഡ് ദ സ്റ്റോറി ആൻഡ് ദ പോയം. അപ്പോൾ ഈ സ്റ്റോറിയും പോയമൊക്കെ നിങ്ങൾ വായിച്ചു. ട്രൈ ടു റിമെമ്പർ ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അപ്പം ആ സ്റ്റോറിയിൽ ഉണ്ടായ ഓരോ ഇവൻറ്റ്സ് നമുക്ക് ഓർക്കാം. പിന്നെ പറയുന്നത് പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ ബെസ്റ്റ് മാച്ചിങ് പിക്ചർ. സെലക്ട് ദ ലെറ്റർ ഓഫ് ദ പിക്ചർ യു ഹാവ് ടിക്ഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. If all the 4 answers are right, you will get a മീനിങ് ഫുൾ വേർഡ്. അപ്പോൾ ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ
നമുക്ക് ആ ഇവൻറ്റ്, ഇവിടെ ഇവൻറ്റും അതിൻ്റെ മുകളിൽ കൊടുത്തു കണ്ടില്ലേ, അന്ന സ്റ്റേർഡ് അറ്റ് ദ ബോയ്. അപ്പം ഇവിടെ ആ സെൻറ്റൻസിന് മാച്ച് ചെയ്യുന്ന ഏത് ആൽഫബറ്റാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ആൽഫബറ്റിനെ അവിടെ മാറ്റി എഴുതണം, അല്ലെങ്കിൽ താഴെയുള്ള ബോക്സിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേജിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന സ്റ്റേർഡ് അറ്റ് ദ ബോയ്, അപ്പോൾ അതിൽ അന്ന സ്റ്റെയർ ചെയ്യുന്നത് ഈ നടുക്കത്തെ പിക്ചർ, അപ്പോൾ അതിൻ്റെ ബി ആണ്. അപ്പോൾ ബി മാറ്റി എഴുതി. അടുത്തത് എന്താ, അന്നാസ് ബോട്ട് മൂവ്ഡ് ഡൗൺ ദ സ്ട്രീം. അന്നാൻ്റെ ബോട്ട് സ്ട്രീമിൻ്റെ അങ്ങോട്ട് ഒഴുകിപ്പോയി. അപ്പോൾ അത് ബോട്ട് ഒഴുകുന്നതായിട്ടുള്ള പിക്ചറാണ് ഓ, അപ്പോൾ അത് മാറ്റി എഴുതി. അടുത്ത പിക്ചർ എന്താ പറയുന്നത്, ദ ബോട്ട് വാസ് ലോഡഡ് വിത്ത് ഫ്ലവേഴ്സ്. ബോട്ട് പൂക്കളാൽ നിറച്ചു, പൂക്കൾ കൊണ്ട് നിറച്ചു. അപ്പോൾ അത് എ ആണ്. അപ്പോൾ ആ എ അവിടെ മാറ്റി എഴുതി. അടുത്ത പിക്ചർ അന്ന ആൻഡ് ദ ബോയ് ബിക്കെയിം ഫ്രണ്ട്സ്. അപ്പോൾ അന്നയും ബോയും ഫ്രണ്ട്സായി. അപ്പോൾ അത് നടുക്കത്തെ പിക്ചർ ടി. അപ്പോൾ ഇത് എല്ലാ അക്ഷരവും കൂടെ ചേർത്ത് എഴുതിയപ്പോൾ നമുക്കൊരു മീനിങ് ഫുൾ വേർഡ് കിട്ടി, അത് ബോട്ട് എന്നാണ്. അപ്പോൾ ഇതോടുകൂടെ ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലെസണിലുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ തീർന്നു. അടുത്ത ലെസണിലേക്ക് നമ്മൾ കടക്കുന്നതിന്. അപ്പം അടുത്ത ഈ ലെസൺ, അതായത് യൂണിറ്റ് 3 ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതും ഇതുപോലെ 2, 3, 5 വീഡിയോസൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്കും അത് കണ്ട് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, ശരി. അപ്പം ഇതോടുകൂടെ ഈ ലെസൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതെല്ലാം നല്ലോണം പഠിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നല്ലോണം പഠിക്കുക. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. ഓക്കെ, സ്റ്റഡി വെൽ, അണ്ടർസ്റ്റാൻഡ് വെൽ ആൻഡ് സ്റ്റഡി. ഓക്കെ, ബൈ, സീ യു.